പത്തനംതിട്ടയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് മുൻ മന്ത്രി തോമസ് ഐസക് നൽകിയ അഭിമുഖം കണ്ടപ്പോൾ പഴയ കാലമാണ് ഓർമ്മ. അടിയന്തരാവസ്ഥ കഴിഞ്ഞ നാളുകൾ 1978-79 വർഷം. ആ കാലം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ തിരിച്ചുവരവിൻ്റെ ഒരു കാലമായിരുന്നു. കോഴിക്കോട് ഡോക്ടർമാരെ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് ജനകീയ സാംസ്കാരിക വേദി നടത്തിയ പരസ്യ വിചാരണ, കേരളത്തിലുടനീളം അരങ്ങേറിയ തെരുവ് നാടകങ്ങൾ, മധുമാസ്റ്ററും സംഘവും അവതരിപ്പിച്ച പടയണിയും അമ്മയും സ്പാർട്ടക്കസും കേരളത്തിലെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച കാലം. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് KJ ബേബി സംവിധാനം ചെയ്ത നാടുഗദ്ദിക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിക്കപ്പെടുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഈ നാടുഗദ്ദിക വന്ന അവസരത്തിൽ ആ സംഘത്തോടൊപ്പം സഞ്ചരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും നാടകം തെരുവിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആമുഖമായി സംസാരിച്ചിരുന്നത് ചില സ്ഥലങ്ങളിൽ എൻ്റെ ഗുരുവായ പ്രൊഫസർ B. രാജീവനും മറ്റു സ്ഥലങ്ങളിൽ ഞാനുമായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ മാഗസിൻ എഡിറ്ററായിരുന്ന കാലം, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ മാഗസിൻ എഡിറ്റർ എന്ന നിലയിൽ ഒരു മാഗസിൻ മാത്രം പോരാ, ആമുഖം എന്ന പേരിൽ മാസം തോറും ഒരു പ്രസിദ്ധീകരണം കൂടി ആകാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ വർക്ക് ആരംഭിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് MA ബേബിയും സംസ്ഥാന സെക്രട്ടറി മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, SFIയുടെ പ്രസിദ്ധീകരണം അന്നും സജീവമായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ എഡിറ്ററും അതുപോലെ തന്നെ SFIയുടെ സൈദ്ധാന്തികനുമായിരുന്നു തോമസ് ഐസക് അന്ന്. തോമസ് ഐസക് CDSൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന കാലം, ഗവേഷണം നടത്തുന്ന കാലം. അപ്പോൾ ഈ ആമുഖം ഒരു വിപ്ലവ പ്രസിദ്ധീകരണമാണെന്ന ആരോപണത്തെ തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ SFI നേതൃത്വം ബേബിയും കോടിയേരിയും നിയോഗിച്ചത് ഐസക്കിനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നുപോയി എന്ന് പറയുന്ന ഐസക്, ജനങ്ങളുടേതാണ് പാർട്ടി എന്ന് മറക്കരുത് എന്ന് പറയുന്ന ഐസക്, തെറ്റുകൾ പറ്റിപ്പോയി അത് തിരുത്തണം എന്ന് പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്ന തോമസ് ഐസക് ഒരു ആത്മപരിശോധനയുടെ വക്കത്താണ്. പക്ഷേ ഈ ആത്മപരിശോധന നടത്തുന്ന ഐസക് ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ MA ബേബിയും ഐസക്കും കോടിയേരിയും അടങ്ങുന്ന ഒരു അച്ചുതണ്ട്, ആ അച്ചുതണ്ടിനെ പുറത്തു നിന്ന് താങ്ങി നിർത്തിയിരുന്ന രണ്ട് തൂണുകളായിരുന്നു മുൻ സ്പീക്കറായ M. വിജയകുമാറും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അങ്ങനെ ഏതാണ്ട് ഇവർ 5 പേരടങ്ങിയ ഒരു സംഘമായിരുന്നു DYFIയുടെയും SFIയുടെയും നേതൃത്വം. MBRൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നിയമസഭയിലും കേരളമാകെയും കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലമാണത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോവുകയും പിന്നീട് പുറത്തു വരികയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാകുകയും ചെയ്ത സഖാക്കൾ കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന കാലം. അപ്പോഴാണ് ഈ ആമുഖം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം വിപ്ലവ സാഹിത്യമാണെന്നും അത് B. രാജീവൻ എന്ന് പറയുന്ന എൻ്റെ അധ്യാപകൻ, പഴയ നക്സലൈറ്റ് നേതാവ് രാജീവൻ്റെ സാഹിത്യമാണ് അതിൽ മൊത്തം, അതുകൊണ്ട് അത് പരിശോധിക്കണം എന്ന് SFI തീരുമാനിക്കുന്നു. അപ്പോൾ ആമുഖം പ്രകാശിപ്പിക്കാനായി ഞങ്ങളന്ന് തിരഞ്ഞെടുത്തത് ബംഗാൾ ഫൈനാൻസ് മിനിസ്റ്ററായിരുന്ന ഡോക്ടർ അശോക് മിത്രയാണ്. അശോക് മിത്ര ജ്യോതിബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം പിന്നെ പാർട്ടി വിട്ടു. അപ്പോൾ അശോക് മിത്ര പാർട്ടി വിട്ടത് അതിന് ശേഷമാണെങ്കിലും അദ്ദേഹം ബംഗാളിലെ ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇത് പ്രകാശിപ്പിക്കാനായി ക്ഷണിച്ചത്. അപ്പോൾ പ്രസിദ്ധ കവി ഡോക്ടർ K. അയ്യപ്പ പണിക്കർ, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ പ്രൊഫസറാണ് പണിക്കർ സാറിന് നൽകിക്കൊണ്ട് അശോക് മിത്ര ആമുഖം പ്രകാശിപ്പിക്കും എന്ന് കോളേജ് യൂണിയൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ചടങ്ങ് നടക്കാൻ 2-3 ദിവസം ഉള്ളപ്പോഴാണ് SFIയുടെ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് ആമുഖത്തിൻ്റെ പ്രൂഫ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാനായി തോമസ് ഐസക് വരുന്നു. അപ്പോൾ ഐസക് വന്നു, ഞങ്ങളത് കൊടുത്തു. അപ്പോൾ പരിശോധിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയത് അത് മുഴുവൻ വിപ്ലവ സാഹിത്യമാണ്. അതിന് കാരണം അതിൽ എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദൻ്റെ കവിതയുണ്ട്, KG ശങ്കരപ്പിള്ളയുടെ കവിതയുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ കവിതയുണ്ട്. ആമുഖമായി അതിൽ എഡിറ്റോറിയലിന് പകരം കൊടുത്തിരിക്കുന്നത്
നെരൂദയുടെയും ബർതോൾഡ് ബ്രസ്റ്റിൻ്റെയും കവിതകളാണ്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഐസക്ക് അത് തികച്ചും ഒരു നക്സൽ സാഹിത്യമാണ്, അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ഇവർക്കൊക്കെ പുറമെ ബി രാജീവന്റെ ലേഖനവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഇത്തരം ഒരു പബ്ലിക്കേഷൻ പുറത്തിറക്കാൻ പാടില്ല എന്ന് എനിക്ക് അന്ത്യശാസനം തരികയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലെ പുൽത്തകടിയിൽ അവിടെ നിൽക്കുന്ന പനകളുണ്ടല്ലോ, കാവൽക്കാരെ പോലെ യൂണിവേഴ്സിറ്റി കോളേജിന് ചുറ്റും നിൽക്കുന്ന ആ മനോഹരമായ കരിമ്പനകളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു സായാഹ്നത്തിൽ ആമുഖം പ്രകാശിപ്പിച്ചു. അയ്യപ്പ പണിക്കർ സാർ അവിടെ ഇരുന്ന് എഴുതിയ ഒരു കവിത ചൊല്ലിക്കൊണ്ടായിരുന്നു ഡോക്ടർ അശോക് മിത്രയിൽ നിന്ന് ആമുഖം ഏറ്റുവാങ്ങിയത്. ആ കവിത ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. സമാചാരം എന്നായിരുന്നു ആ കവിതയുടെ പേര്. എന്തെല്ലാം സമാചാരം, എല്ലാം നമുക്ക് ചാരം എന്നവസാനിക്കുന്ന ഒരു കവിത. ചെറിയ കവിതയാണ്. പണിക്കർ സാറിൻ്റെ പല കവിതകളെയും പോലെ നർമ്മവും ഒരുപാട് അർത്ഥതലങ്ങളുമുള്ള ഒരു കവിത. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് SFIയിലുണ്ടായ ഈ പ്രശ്നവും ആമുഖത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യവും എല്ലാം തന്നെ പണിക്കർ സാർ വഴി അശോക് മിത്രയോട് പറയുകയും അശോക് മിത്ര ഞങ്ങളെ അഭിനന്ദിക്കുകയും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്യും. മറ്റൊന്ന്, ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ, SFI നേതാക്കൾ അന്ന് അശോക് മിത്രയുടെ വരവ് തടസ്സപ്പെടുത്താൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ പരിപാടി തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടുവന്നത് ഏതാണ്ട് 45 കൊല്ലം, ഏതാണ്ട് അരനൂറ്റാണ്ടെന്ന് തന്നെ പറയാം, അരനൂറ്റാണ്ട് കാലം മുമ്പ് ഈ ക്യാമ്പസുകളിൽ SFI ആരംഭിച്ച അവരുടെ ഒരു ഫാസിസത്തിൻ്റെ മുഖം മൂടി, ആ മുഖം മൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തുടർ ഭരണം കിട്ടിയ സന്ദർഭത്തിൽ കൂടുതൽ അനാവൃതമായിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. കാരണം ഈ നാടുഗദ്ദിക എന്ന് പറയുന്ന ആദിവാസികളുടെ തെരുവ് നാടകം KJ ബേബി, മാവേലി മൺട്രോ ഒക്കെ എഴുതിയ പ്രസിദ്ധ നോവലിസ്റ്റ് KJ ബേബി സംവിധാനം ചെയ്ത നാടുഗദ്ദിക അവതരിപ്പിച്ച സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിലും, വെഞ്ഞാറമൂട്ടിലും ചെങ്കൽച്ചൂളയിലുമെല്ലാം CITUകാർ, DYFIക്കാർ നാടക സംഘത്തെ ആക്രമിച്ചു. വലിയ പോലീസ് സംരക്ഷണയിലാണ് ആ നാടകം പലയിടത്തും അവതരിപ്പിക്കപ്പെട്ടത്. EK നയനായരായിരുന്നു അന്ന് മുഖ്യമന്ത്രി, TK രാമകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നാടുഗദ്ദിക എന്ന് പറയുന്ന നാടകം നിരോധിച്ചതിന് കാരണമായി പറഞ്ഞത് വിപ്ലവ സാഹിത്യമാണ്, വിപ്ലവമാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ആദിവാസികളെ കാണുന്നതും ആദിവാസി സ്ത്രീകളെ കാണുന്നതും ആ നാടക സംഘത്തിലായിരുന്നു. അന്ന് പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അവരുടെ പേരിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഗീത, മല്ലിക എന്ന് പറയുന്ന 2 കുട്ടികളായിരുന്നു. അവരെ പോലീസ് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഞങ്ങൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾക്കെതിരെ കോടതിയിൽ നയനാർ ഭരിക്കുമ്പോൾ ഇട്ട FIRൽ രസകരമായ ഒരു ഭാഗമുണ്ടായിരുന്നു. ഇവർ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയും പട്ടിണിയുടെ തടവുകാരെ ഉയരുവിൻ എന്ന പാട്ട് ആലപിക്കുകയും വിപ്ലവ പാട്ട് ആലപിക്കുകയും ചെയ്തു എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ സോങ്ങാണ് ഞങ്ങൾ ആലപിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ സോങ് പാടിയത് ഒരു കുറ്റമാണ് എന്ന് FIR ഇട്ട ഒരു സർക്കാരായിരുന്നു അന്ന്. അവിടെ നിന്ന് പിണറായി സർക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോൾ പല കാലങ്ങളിലായി, പതിറ്റാണ്ടുകളായി ഇവർ മൂടി വച്ചിരുന്ന ഇവരുടെ കാപട്യത്തിൻ്റെ മുഖം, അവരുടെ പൊയ്മുഖം, അത് പുറംലോകം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ അന്തരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഉള്ള നേതാക്കളെല്ലാം ഇതിൽ കക്ഷികളാണ്. കാരണം ക്യാമ്പസുകളിൽ നിന്ന് വളരെ ബുദ്ധിശക്തിയുള്ള വിദ്യാർത്ഥികളെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും അവർ ചോദ്യം ചോദിക്കുകയോ അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയോ ചെയ്യുന്നവരാണെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞ് അത് ആണായാലും പെണ്ണായാലും അവരെ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റാണ് CP ജോൺ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ സൈദ്ധാന്തികൻ എന്ന് പറയാവുന്ന, ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നേതാവാണ് രാഘവനോടൊപ്പം പോകേണ്ടി വന്ന CP ജോൺ. ആ CP ജോണിന്റെ സ്ഥാനത്താണ് ഇന്നിപ്പോൾ ആർഷോ എന്നൊക്കെ പറയുന്ന നേതാക്കൾ ഇരിക്കുന്നത്. അപ്പോൾ CP ജോണിൽ നിന്ന്, പഴയ C ഭാസ്കരിൽ നിന്ന്, മുൻമന്ത്രി G സുധാകരനിൽ നിന്ന്
ആർഷോയിലേക്കുള്ള ദൂരം, അതിനിടയിൽ ഒഴുകിപ്പോയത് ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാഴികക്കല്ലുകളായ നേതാക്കളും അവർ നൽകിയ ത്യാഗത്തിന്റെ ചരിത്രവുമാണ്. അങ്ങനെ ആ ത്യാഗത്തിന്റെ ചരിത്രം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അതിന്റെ മുകളിലാണ് ഇന്ന് ഇവർ നൃത്തം വയ്ക്കും. ആർഷോ ഉൾപ്പെടെയുള്ള ആളുകൾ. കാരണം പരീക്ഷ എഴുതാതെ ജയിക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി കോളേജ് അധ്യാപികയായി അല്ലെങ്കിൽ അധ്യാപകനായി മാറുക. ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കെതിരെ SFI ദേശവ്യാപകമായി സമരം ചെയ്യുകയാണ്. നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം, ധാർമ്മിക ശക്തി ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന് അവർ പുനഃപരിശോധിക്കേണ്ടതാണ്.